Dear students, Algorithmic Thinking with Python Module 3 നമുക്ക് iterations using Pythonൽ for loop ഡിസ്കസ് ചെയ്യാം. So repetition statement അല്ലെങ്കിൽ loops. Python two types of loops support ചെയ്യുന്നുണ്ട്. First one എന്ന് പറയുന്നത് definite iteration, അടുത്തത് conditional iteration. Those that repeated an action a fixed number of times, ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈംസിൽ നമ്മുടെ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ഡെഫിനിറ്റ് ഐട്രേഷൻ ആണ്. ഇനി അല്ല ദോസ് ദാറ്റ് ആക്ട് അണ്ടിൽ ദ കണ്ടീഷൻ ബിക്കംസ് ഫോൾസ് അല്ലെങ്കിൽ അണ്ടിൽ ദ കണ്ടീഷൻ ബിക്കം ട്രൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കണ്ടീഷണൽ ഐട്രേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഡെഫിനിറ്റ് ഐട്രേഷന് പൈത്തണിൽ ഫോർ ലൂപ്പാണ്, കണ്ടീഷണൽ ഐട്രേഷനിലേക്ക് വരുമ്പോൾ വൈൽ ലൂപ്പും വരും. ഫസ്റ്റ് നമുക്ക് ഫോർ ലൂപ്പ് ഡിസ്കസ് ചെയ്യാം. Python's for loop supports definite iteration. It works with the range function. For loop work ചെയ്യുന്നത് range function ഉപയോഗിച്ചിട്ടാണ്. Function to specify the number of iterations. ഈ range എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് number of iterations എത്ര വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ range of k, അതായത് റേഞ്ചിനകത്ത് വരുന്ന ഒരു നമ്പർ ഉണ്ട് എങ്കിൽ that makes the loop run k times. അത്രയും ടൈംസ് എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. For I in range 5 print hello. ഇതിന്റെ മീനിങ് for I in range, I എന്ന് പറയുന്ന ഒരു വേരിയബിൾ in range 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to n-1 വരെ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് k ആണെങ്കിൽ 0 to k-1 വരെ എന്ത് പ്രിന്റ് ചെയ്യണം, ഹലോ എന്ന് പ്രിന്റ് ചെയ്യണം. 0 to 5-1 4, അപ്പോഴും എത്ര ടൈംസ് വരും, 0 ഫസ്റ്റ് സെക്കൻഡ് 3 4 വരെ എന്ത് ചെയ്യും, ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. അത് നമുക്കതിൻ്റെ കൃത്യമായിട്ട് ഒന്നുകൂടി നോക്കാം. റേഞ്ച് ഓഫ് കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഓരോന്ന് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും, എവിടെ സ്റ്റോപ്പ് ചെയ്യും, k-1 വരെ വർക്ക് ചെയ്യും. k-1 എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ റേഞ്ച് ഓഫ് കെ ആണ് എങ്കിൽ ശ്രദ്ധിക്കുക, 0-ൽ നിന്നായിരിക്കും ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് k-1-ലായിരിക്കും, ഇൻക്രിമെന്റ് ചെയ്യുന്നത് 1 വെച്ചിട്ടായിരിക്കും ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, പ്രിന്റ് ഐ ആണ്. അപ്പോൾ ഫസ്റ്റ് ഐയിൽ 0 വരും, 0 പ്രിന്റ് ചെയ്യും, ദെൻ ഐ 1 ആയി മാറി, അപ്പോഴും അത് പ്രിന്റ് ചെയ്തു, 2 ആയി മാറി, അപ്പോഴും പ്രിന്റ് ഐ വന്നു, 3 4ഉം പ്രിന്റ് ചെയ്തു. അപ്പോൾ 0 to k-1 അല്ലെങ്കിൽ ഏത് വരെ വരുള്ളൂ, 0 to 4 വരെ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് താഴെയാണ് പ്രിന്റ് ചെയ്തത്, 0 1 2 3 4 എന്നുള്ളത്. ഇത് ഒരേ ലൈനിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻഡ് ഈക്വൽ ടു ഡബിൾ കോഡ്സിനകത്ത് ഇവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇടവിട്ട് ഇവിടെ ഒരു സ്പേസ് ആയിട്ട് ഒരേ ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഫോർ ഐ ഇൻ റേഞ്ച് 5 പ്രിന്റ് ഐ കോമ, അതെല്ലാ പ്രോഗ്രാമിലും അങ്ങനെ തന്നെയാണ്, ഒരേ ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ എൻഡ് ഈക്വൽ ടു രണ്ട് കോഡ്സ് ഇവിടെ ഒരു സ്പേസ് എടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇനീഷ്യൽ വാല്യൂ പറഞ്ഞില്ല അല്ലെ, റേഞ്ച് ഓഫ് കെ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇനി നമുക്ക് 1-ൽ നിന്നാണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ 5-ൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഏതാണോ തുടങ്ങേണ്ട നമ്പർ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമുക്ക് 1 മുതൽ നാച്ചുറൽ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യണം. നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് 0 വേണ്ട, 1-ൽ നിന്ന് തുടങ്ങിയാൽ മതി. അപ്പോൾ ഫോർ ഐ അല്ലെങ്കിൽ ഇതൊരു വേരിയബിൾ കൗണ്ട് ഇൻ റേഞ്ച് ഏത് മുതൽ കൊടുക്കണം, എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് ദാറ്റ് വാല്യൂ കോമ എൻഡ് ചെയ്യുന്ന വാല്യൂ 10 ആണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ n+1th ടേം കൊടുക്കണം. ഇനി ഫോർ ലൂപ്പ് ഒക്കെ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫോർ ഐ ഇൻ റേഞ്ച് ഏതാണ്, ഇത് നമ്മുടെ കെ വാല്യൂ എഴുതിയതിന് ശേഷം കോളൻ ഇടണം. പൈത്തണിൽ കോളൻ മസ്റ്റ് ആണ്. കോളൻ ഇട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇൻഡന്റേഷൻ ഉണ്ടായിരിക്കണം. അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ 1 മുതൽ 11 വരെ ഇൻക്രിമെന്റ് ബൈ 1 ആണ്, ഡീഫോൾട്ട് ആയിട്ട് അത് ഇൻക്രിമെന്റ് ബൈ 1 ആണ്.
ഇനി നമുക്ക് ഇൻക്രിമെന്റ് ബൈ 2 ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് 3 പാരാമീറ്റർ ഇതിനകത്ത് കൊടുക്കാം. ഏതൊക്കെ? 4 in റേഞ്ച്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം, അതുപോലെ സ്റ്റെപ്പ് സൈസ് ആയിട്ട് നമുക്ക് മൂന്നാമത്തെ കൊടുക്കാം. ഇപ്പൊ സ്റ്റെപ്പ് സൈസ് നമ്മൾ 2 നിട്ടപ്പോൾ എന്ത് പറ്റു? 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 2 സ്റ്റെപ്പ് സൈസിലായിട്ടായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് ആൻസർ കിട്ടുന്നത്. 4 5 ഉണ്ടാവില്ല, 6. ഇനി ഇതിവിടെ 3 ആയിടുവാണെങ്കിലോ 4 കഴിഞ്ഞാൽ 5ഉം 6ഉം ഉണ്ടാവില്ല, 7 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് സ്റ്റെപ്പ് സൈസും കൊടുക്കാവുന്നതാണ്. അതായത് ഡൗൺ കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സ്റ്റെപ്പ് സൈസ് കൊടുത്ത് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ്? ഇപ്പം 4i അല്ലെങ്കിൽ കൗണ്ട് ഇൻ റേഞ്ച് ഏത് മുതൽ ഏത് വരെ, 10 മുതൽ 0 വരെ നമുക്ക് കൗണ്ട് ചെയ്യണം. -1 ഇടുകയാണെങ്കിൽ എന്ത് ചെയ്യും? 10 മുതൽ 0 വരെ 1 ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. 10 മുതൽ 0 വരെ നെഗറ്റീവ് കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ, ഡിക്രിമെന്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ -1 തന്നെ കൊടുക്കണം. സോ 10, 9, 8, 7 അങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടും. So to count down from A to B, use the function A to B minus 1. B വരെ വരണം എന്നുണ്ടെങ്കിൽ B minus 1, comma S. S ആണ് സ്റ്റെപ്പ് സൈസ്. ഇവിടെ കണ്ടീഷൻ ഉണ്ട്, A should be greater than B ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണല്ലോ ഡൗൺ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. ആൻഡ് എസിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കണം. അടുത്തൊരു പൈത്തൺ പ്രോഗ്രാമിംഗ് നോക്കാം. ടു ഡിറ്റർമൈൻ ദ ആവറേജ് ഓഫ് n നമ്പേഴ്സ് എൻറ്റേർഡ് ബൈ ദ യൂസർ. അപ്പോൾ യൂസർ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം n is equal to in the input enter the value of n. ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഒരു യൂസറിൽ നിന്ന് ആ നമ്പർ എത്ര എണ്ണം വേണം എന്നുള്ളത് കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സപ്പോസ് 5 കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5 നമ്പർ കൂട്ടിയിട്ട് നമുക്കൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. അത് സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പക്ഷേ അത് ഇനീഷ്യലൈസ് ചെയ്യണമല്ലോ, സമ്മിൽ ഒന്നുമില്ല എന്ന് ഇനീഷ്യലൈസ് ചെയ്തു, അത് 0 ആണെന്ന് പറഞ്ഞു വെച്ചു. ഇത് നമ്മൾ ഫോർ ലൂപ്പ് ഇട്ടു. നമുക്ക് ഏത് മുതൽ ഏത് വരെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഏത് മുതൽ ചെയ്യണം? in റേഞ്ച് 0 മുതൽ n-1 വരെ വരണം. സോ അപ്പം ഫോർ in റേഞ്ച് ഓഫ് n ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? 0 to n-1, 1 ഇൻക്രിമെന്റ് വെച്ച് അത് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേ വരും. അപ്പോൾ ഓരോ തവണയും നമുക്ക് എന്ത് കിട്ടണം? എന്നിന്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് നമുക്ക് ആ സമയത്തുള്ള ഏതാണ് നമ്പർ എന്നുള്ളത് കിട്ടണമല്ലോ. അപ്പോൾ നമ്പറും നമുക്ക് എന്ത് ചെയ്യണം? ഇൻ ദ ഇൻപുട്ട് എൻ്റർ ദ നമ്പർ. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 നമ്പറാണ് ഉള്ളത്. അതിൽ ഓരോ നമ്പർ കിട്ടാനാണ് എന്ത് ചെയ്യുന്നത്? നമ്പേഴ്സ് ഈക്വൽ ടു ഇൻ ദ ഇൻപുട്ട് എൻ്റർ ദ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തവണ കിട്ടുന്ന നമ്പറും എന്ത് ചെയ്യപ്പെടും? ഈ സമ്മിലേക്ക് ആഡ് ചെയ്യണം അല്ലേ. ആദ്യം ഫസ്റ്റ് കേസിൽ n is equal to 0th കേസിൽ എന്ത് വരണം? ഞാൻ ആദ്യം കൊടുക്കുന്നത് 5 എന്ന് പറയുന്ന ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ 0യോട് കൂടി എന്ത് ചെയ്യണം? ഈ ഇപ്പം വന്ന 5 ആഡ് ചെയ്തിട്ട് അത് സമ്മിൽ തന്നെ സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് സം is equal to നം പ്ലസ് സം, അല്ലെങ്കിൽ സം is equal to സം പ്ലസ് നം. അതിന് നമുക്ക് പൈത്തണിൽ എഴുതുന്ന മെത്തേഡാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സം പ്ലസ് ഈക്വൽ ടു നം എന്ന് കൊടുക്കാം. അപ്പോൾ ഓരോ തവണ ഈ നമ്പേഴ്സ് എൻ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. 5 തവണ 5 എണ്ണം നമ്മളോട് എൻ്റർ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഓരോ തവണയും ഈ നമ്പർ എന്ത് ചെയ്യും? വരുന്ന നമ്പർ സമ്മുമായിട്ട് ആഡ് ചെയ്ത് സമ്മിൽ സേവ് ചെയ്യും. അപ്പം ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആവറേജ് കാണാൻ നമുക്കറിയാലോ, എല്ലാ നമ്പേഴ്സും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വാല്യൂ കിട്ടും. ദെൻ ആവറേജ് വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇവിടെ ആദ്യം n is equal to 5 എന്ന് കൊടുത്തിരുന്നു. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ ദ വാല്യൂ ഓഫ് n എന്ന് പറയും. അത് 5 ആണെന്ന് കൊടുത്തു. അപ്പോൾ ഈ ഓരോ തവണയും ആ നമ്പർ 5 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ നമ്മളോട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് കൊടുക്കുക. ആ വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് ഇതെല്ലാം കൂടെ കൂട്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത വാല്യൂ 3 നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അടുത്തൊരു പ്രോഗ്രാം നോക്കാം. To find the sum of all odd numbers in the list of n numbers entered by the user. അപ്പോഴും നമുക്കറിയാം നമ്പർ entered by the user ആണെങ്കിൽ in the input enter the value of n എന്ന് തന്നെ കൊടുക്കണം. Sum of all odd numbers ആണ്. അപ്പോഴും സം കാണാൻ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ സം is equal to സം ഇനീഷ്യലൈസ് ചെയ്തു. നമുക്ക് ലിസ്റ്റിൽ നിന്നുള്ള ഓരോ നമ്പേഴ്സിനെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ 4i in range n നം ഈക്വൽ ടു ഇൻ ദ ഇൻപുട്ട് എൻ്റർ ദ നമ്പർ. ഓരോ തവണയും നമുക്ക് എന്ത് വേണം? ഈ നമ്പർ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യണം? ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ മതി
അല്ലേ? എല്ലാ നമ്പേഴ്സിനെയും വേണ്ട. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണെന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഓഡ് നമ്പറിന് ചെക്കിങ് നമുക്കറിയാലോ. ഇഫ് എന്ത് ചെയ്യണം, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം, 0 ആയിരിക്കരുത്. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അല്ലെ? 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടില്ല. അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടില്ല. അപ്പോൾ ആ വരുന്ന നമ്പറിനെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 0, അതായത് ഡിവൈഡ് അല്ല, ഇത് മോഡാണ്, പെർസെൻറ്റേജ് സിമ്പിളാണ് വരിക. ഇതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന സിമ്പിളാണ്. മോഡ് 2 നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ, അങ്ങനത്തെ നമ്പേഴ്സ് ആണെങ്കിൽ അതെന്ത് ചെയ്യണം, സമ്മിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം ആ സമ്മ് പ്രിന്റ് ചെയ്യാം. ഇനി ഈവൺ നമ്പർ ആണെങ്കിലോ, ഇഫ് നം മോഡ് 2 ഈക്വൽ ടു 0 എന്ന് ഡബിൾ ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് പോവാം. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇവിടെ ഇതുപോലെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുമ്പോൾ എന്നിന്റെ വാല്യൂ ചോദിക്കും. ഓരോ തവണയും എന്നെ എൻ്റർ ചെയ്യാൻ പറയും. ഇതുള്ള ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള 1, 3, 7, 9 എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു കിട്ടും, റിസൾട്ട് 20 കിട്ടും. താങ്ക് യു.